കാലം മായ്ക്കാത്ത മുറിവുകളില്ല. എന്നാൽ ആ മുറിവുകൾ ഉണ്ടാക്കിയ വേദന മായ്ക്കാൻ കാലത്തിനാകണമെന്നില്ല. എപ്പോഴും പോസിറ്റീവായിരിക്കുക എന്നത് ഒരു തികഞ്ഞ മനുഷ്യനായിരിക്കുക എന്നതിന് തുല്യമാണ്. നമ്മുടെ ചിന്തകൾ പോസിറ്റീവാണെങ്കിൽ വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ മനസ്സിനെ തകർക്കാൻ കഴിയില്ല. അനുഭവങ്ങളേക്കാൾ വലിയ ഗുരുവില്ല. എന്നാൽ അതിൽ നിന്നുണ്ടാകുന്ന തിരിച്ചറിവുകളേക്കാൾ ശക്തമല്ല ഒന്നും. ഒരു വൃക്ഷം അറിയപ്പെടുന്നത് അതിൻ്റെ ഫലത്തിൻ്റെ പേരിലാണ്. മനുഷ്യൻ അറിയപ്പെടുന്നത് അവൻ്റെ പ്രവൃത്തിയുടെ പേരിലും. സ്വന്തം മനസ്സിൽ സ്ഥാനം പിടിക്കുന്ന ചിന്തകളുടെ നിയന്ത്രണം നിങ്ങൾക്ക് തന്നെയാണ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ അല്ല നിങ്ങൾ ആരാണെന്ന് നിശ്ചയിക്കുന്നത്. ഏത് തുറമുഖത്തേക്ക് തുഴയുന്നു എന്ന് തീരുമാനിക്കാത്തവന് കാറ്റൊരിക്കലും അനുകൂലമല്ല. മനുഷ്യന് എല്ലാത്തിൻ്റെയും വിലയറിയാം, എന്നാൽ മൂല്യമറിയില്ല. ഏത് കാര്യവും ക്ഷമയോടെ പരിശ്രമിച്ചാൽ അതിന് തീർച്ചയായും ഫലമുണ്ടാകും. സ്വയം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവർക്ക് നിങ്ങളിൽ വിശ്വാസമുണ്ടാകൂ. എപ്പോഴും പുഞ്ചിരിക്കാൻ തയ്യാറാകുന്നവർ എപ്പോഴും ദേഷ്യപ്പെടുന്നവരെക്കാൾ ശക്തരാണ്. തണല് തരുന്നതെല്ലാം മരങ്ങളല്ല, ചിലതൊക്കെ മനുഷ്യരാണ്. രഹസ്യം പ്രാവുകളെ പോലെയാണ്. നമ്മുടെ കയ്യിൽ നിന്ന് പോയാൽ അനന്തമായി അത് വിഹരിക്കും. സ്നേഹം ആരുടെ ഭാഗത്തു നിന്നുണ്ടായാലും ശരി, അത് ആദരിക്കപ്പെടേണ്ട വികാരം തന്നെയാണ്. നൽകിയ കാലത്തെ മറക്കുക, അത് നൽകിയ പാഠം ഒരിക്കലും മറക്കരുത്. ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ആദ്യം വേണ്ടത് ആത്മധൈര്യമാണ്, മറ്റെല്ലാം പിന്നാലെ വന്നുകൊള്ളും. മനോഹരമായ കാര്യങ്ങൾ ഹൃദയം കൊണ്ട് വേണം ആസ്വദിക്കാൻ. നമ്മുടെ ഹൃദയം പറയുന്നത് കേൾക്കുക, അല്ലാതെ മറ്റുള്ളവർ പറയുന്നതല്ല കേൾക്കേണ്ടത്. തനിയെ ജീവിക്കാൻ ശീലിക്കുക, എങ്ങും തനിയെ യാത്ര ചെയ്യുക, സ്നേഹത്തെ ആശ്രയിക്കാതിരിക്കുക, ക്ഷമയോടെ കാത്തിരിക്കുക. ശരിയായ സമയത്ത് നിങ്ങൾക്കത് ലഭിക്കും. ഒരു ബന്ധം തുടങ്ങാനും അവസാനിപ്പിക്കാനും കെൽപ്പുള്ള ആയുധമാണ് വാക്ക്. നിന്റെ ചുറ്റുമുള്ളതെല്ലാം ഇരുട്ടായി തോന്നുന്നെങ്കിൽ ഒന്നുകൂടി നോക്കുക, ഒരുപക്ഷെ നീയായിരിക്കും വെളിച്ചം. കാഴ്ചയിൽ നിന്നും കാഴ്ചപ്പാടിലേക്കുള്ള ദൂരമാണ് ഒരു മനുഷ്യൻ്റെ യഥാർത്ഥ വ്യക്തിത്വം നിർണ്ണയിക്കുന്നത്.